19/3/2024 അതായത് ഈ മാസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. KSEBയുടെ പുതിയ കൊള്ളയെപ്പറ്റി. പുരപ്പുറ സോളാർ വെച്ചിരിക്കുന്നവന്റെ തലയ്ക്ക് കമ്പിവടിയുമായി അടിക്കാൻ നിൽക്കുന്ന KSEBയുടെ നടപടിയെപ്പറ്റി, കുത്തിക്കവർച്ചയെപ്പറ്റി. എന്തായിരുന്നു വീഡിയോ? പുരപ്പുറ സോളാർ വെച്ചിരിക്കുന്ന മനുഷ്യരുടെ മീറ്ററിംഗ് സംവിധാനത്തിലെ മാറ്റം, നെറ്റ് മീറ്ററിംഗിൽ നിന്നും ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തിലേക്ക് മാറാൻ പുതിയ ശുപാർശ വന്നിരിക്കുന്നു എന്ന ആശങ്കയായിരുന്നു ഞാൻ പങ്കുവച്ചത്. എന്താണ് ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി യൂണിറ്റ് 500 പുരപ്പുറ സോളാർ വഴി KSEBക്ക് നൽകുന്നത് 300 യൂണിറ്റുമാണെങ്കിൽ 500 - 300 ആ 200 യൂണിറ്റ് വൈദ്യുതിയുടെ തുക മാത്രം നമ്മൾ അടച്ചാൽ മതി. എന്നാൽ പുതിയ ശുപാർശ പ്രകാരം 500 യൂണിറ്റ് വൈദ്യുതിയുടെ തുക 2500 രൂപ. 300 യൂണിറ്റ് വൈദ്യുതിക്ക് KSEB നമുക്ക് നൽകുന്നത് ₹2.69 നിരക്കിൽ 807 രൂപ. 2500 നിന്നും 807 രൂപ കുറച്ചാൽ 1693 രൂപ KSEBക്ക് അങ്ങോട്ട് നൽകണം. കൊള്ളയല്ലേ? എന്നാൽ ഇപ്രകാരം ഒരു ശുപാർശ വന്നില്ല എന്നാണ് 20-ാം തീയതി നടത്തിയ പബ്ലിക് ഹിയറിംഗിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത്. കമ്മീഷന്റെ തെളിവെടുപ്പൊക്കെ ഒരു കോമഡിയാണ്. ആരും അങ്ങോട്ട് ചെല്ലാറുണ്ട്. എന്നാൽ പത്രവാർത്തയും വീഡിയോയും ഒക്കെ കണ്ട് അവിടേക്ക് അന്ന് ഒഴുകിയെത്തിയത് ജനങ്ങളാണ്. ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കി, ഇത് ജനവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി അപ്രകാരം ഒരു ശുപാർശ വന്നില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്രകാരം ഒരു ശുപാർശ ഉണ്ട് എന്ന് തന്നെയാണ്. ഇലക്ഷന് ശേഷം ചുളുവിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിതാന്ത ജാഗ്രതയുള്ളവരായിരിക്കണം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന്റെ പബ്ലിക് ഹിയറിംഗ് ഇനി മുതൽ വെബ്സൈറ്റിലും പത്രമാധ്യമങ്ങളിലും കൃത്യമായി ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ 5ഉം 6ഉം പേരെ ഇരുത്തി ചുളുവിൽ KSEB നൽകുന്ന ശുപാർശ അംഗീകരിച്ചു കൊടുക്കുന്ന അവരുടെ നടപടിയെ നമുക്ക് എതിർക്കണം. ഇതെല്ലാം ചെയ്തതിനു ശേഷം KSEB ഓഫീസിന്റെ മുമ്പിൽ പോയി സമരം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഈ പബ്ലിക് ഹിയറിംഗിൽ ഞാൻ അവിടെ ഉണ്ടാകും. ആ ഹിയറിംഗ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അവിടേക്ക് വരണം. ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കരുത്. ഇത് ജനവിരുദ്ധമാണ്. എന്നേക്കുമായി ഈ ശുപാർശയിൽ നിന്ന് KSEB പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം. താങ്ക് യു സോ മച്ച്.